ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 35-ാം അധ്യായത്തിൽ ആ സമാഗമന കൂടാരത്തിൻ്റെ പണികളെപ്പറ്റി അതിന് ജനത്തിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് പറയുകയാണ്. അതിൻ്റെ 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെ ഒക്കെയും കൂട്ടി അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുവാൻ യഹോവയോട് കൽപ്പിച്ച വചനങ്ങൾ ആവിത്. നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മുഴുവനായിട്ട് പറയുക. 2-ാം വാക്യം, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായ യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ശബത്ത് നാളിൽ നിങ്ങൾ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത്. മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, യഹോവ കൽപ്പിച്ചതെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാടെടുപ്പീൻ. നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ, തഹശുതോൽ, കതിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനും പരിമളധൂപത്തിനും സുഗന്ധവർഗം, ഗോമേതകക്കല്ല്, യഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ. നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം. തിരുനിവാസം, അതിൻ്റെ മുടുവിരി, പുറമുടി, കൊളുത്തുകൾ, പലകകൾ, അന്താഴങ്ങൾ, തൂണുകൾ, ചുവടുകൾ, പെട്ടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മറയുടെ തിരശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, വെളിച്ചത്തിന് നിലവിളക്കും, അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ ദീപങ്ങൾ, വിളക്കിന് എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, തിരുനിവാസിലേക്കുള്ള പ്രവേശന വാതിലിൻ്റെ മറശ്ശീല, ഹോമയാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ടുകൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശ്ശീലകൾ, അതിൻ്റെ തൂണുകൾ, ചുവടുകൾ, പ്രാകാരവാതിലിൻ്റെ മറ, തിരുനിവാസത്തിൻ്റെ കുറ്റികൾ, പ്രാകാരത്തിൻ്റെ കുറ്റികൾ, അവയുടെ കയറുകൾ, വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യം തോന്നിയവരെല്ലാം സമാന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങൾ കൊണ്ടുവന്നു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ, തഹശുതോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു. വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖദിരമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ ഒക്കെയും കോലാട്ടുരോമം, നൂറ്റ്, പ്രമാണികൾ ഏഫോദിനും പതക്കത്തിനും പതക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധധൂപത്തിനുമായി പരിമളവർഗവും എണ്ണയും കൊണ്ടു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാദാനം കൊണ്ടുവന്നു. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ തന്നെ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ ആഹീസാമാക്കിൻ്റെ മകനായ ഒഹാലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും എല്ലാത്തരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ
അവനവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവീകമായിട്ടുള്ള ഈ പണികാര്യങ്ങൾ ചെയ്യുവാൻ യഹോവയായ ദൈവം 35-ാം അധ്യായത്തിൽ ജനത്തിന് കൊടുക്കേണ്ട കൽപ്പന ഒന്നുകൂടെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നവരെ കൊണ്ട് ചെയ്യുകയാണ്. ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷ നമ്മൾ വേർപെട്ട് നിൽക്കുന്ന ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി ചെയ്യണം. പലതരത്തിലാണ് ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഈ പ്രത്യേകമായ പാഷൻ വീക്കിനോട് അടുത്ത് വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുത്ത് വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ദൈവീയമായ കൂട്ടായ്മയിൽ നിലനിന്ന് മുൻപോട്ട് പോകാൻ സഹായിക്കണം. ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്, കൃപയിൽ പൊതിഞ്ഞാട്ട് പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ മക്കൾക്ക് നൽകിക്കാട്ട്. ദൈവത്തിൻ്റെ കൃപകളെ കരുതലിലും കാവലിലും ഭരമേൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ട്. കർത്താവിൻ്റെ ദൈവപ്രസാദ് ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിന് നിരന്തര സാന്നിധ്യ സഹായ അനുഗ്രഹങ്ങൾ നന്മകൾ വാഴുകൾ പ്രാർത്ഥനത്തെ എല്ലാ കാര്യങ്ങളുടെ മേൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേൽ അവരുടെ കുടുംബങ്ങളുടെ മേൽ കാലാവസ്ഥ കൂടാതെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.